അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ മനസ്സിനൊരു സമാധാനം ഇല്ലാത്ത ദിവസങ്ങളാണ്. അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇന്ന് നമ്മളെ വീഡിയോ ഹോം ടൂറാണ്. ഒരുപാട് ആളിനോട് ഹോം ടൂർ ചോദിച്ചിരുന്നു. ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ പറയണോലോടൊക്കെ ഇൻഷാ അള്ളാ നമുക്ക് ഒരു ദിവസം ഇടണം വീഡിയോ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം ഈ വീഡിയോ ഇടൽ എനിക്ക് നിർബന്ധമാണ് കേട്ടോ. കാരണം ഇനി ഈ പെരയിൽ നമ്മൾ തോനെ ദിവസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പെര പൊളിച്ചാൻ പോവാണ്. ഇനിയിപ്പോൾ 3-4 ദിവസം ഈ ഒരു പെരയിൽ ഉണ്ടാവുള്ളൂ. ഇതുവരെയും ഒരു പെര എന്നാ ആവാന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരിക്കുക കാലം. അതുപോലെ എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് എന്നാ ഒരു പെരാവുക. ചെറുപ്പത്തിൽ ഈ പറഞ്ഞ മാതിരി ഒരുപാട് ഞാൻ ഓലപ്പെരയിൽ നിന്ന ഒരാളാണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വാടക പെരയിലായിരുന്നു. പിന്നെ നമ്മളിതാ സ്വന്തമായിട്ടൊരു പെര വാങ്ങിയതാണ് കേട്ടോ. നമ്മളെ കൊക്കിലൊതുങ്ങണ വിലക്ക് ഈ പെര കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. വാങ്ങിയ ഉടനൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു വർഷക്കാലം വന്നാലാണ് ഭയങ്കര ഇടങ്ങറാണ്. കട്ടച്ചോരാണ്. പിന്നെ മേലെ കുറച്ച് എകരല്ല ഭാഗമായതുകൊണ്ട് അവിടെ വെള്ളം നിൽക്കും. അപ്പോൾ ആ വെള്ളം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊലായ്മയും താഴത്തൊക്കെ വെള്ളം ഇങ്ങനെ പൊന്തിങ്ങാണ്ടിരിക്കും. വൈകുന്നേരമായാൽ ഒരു പേടി, കടന്നുറങ്ങുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ. നമ്മളൊറ്റയ്ക്കല്ലല്ലോ, നമുക്ക് 2 മക്കളുണ്ടല്ലോ. എന്നാലും വേണ്ടില്ല, അൽഹംദുലില്ലാ ഇതുവരെയും പടച്ചോൻ കാത്തിട്ടുണ്ട്. ഇപ്പം ആ കാര്യത്തിനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും വേണ്ടില്ല, ഞങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ഈ പെര പൊളിച്ചണമായി തന്നെ പെട്ടെന്ന് നമുക്കൊരു പെരയെ വേണ്ടത്. ആരൊരു സ്വപ്നക്കാരും ഒരു പെര, ആ പെര നമ്മളെക്കാട്ടും ആഗ്രഹങ്ങളെക്കാരും നമ്മളെ മക്കളിങ്ങനെ പറയും എന്നാ ഒരു പെര ആവുക, പോലെ പെര അങ്ങനെയാണ്, ബല പെര എങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞമ്മക്കോ ആഗ്രഹം പോലത് കേൾക്കുമ്പോൾ ഒന്നും പാടെ ആഗ്രഹം കൂടും കേട്ടോ. അങ്ങനെ ഇതാ കൊലായി കണ്ടില്ല, ഞങ്ങൾ തായാരാണ് കേട്ടോ. തായത്ത് ഇതാ ഒഴിഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ. പിന്നെ ഞാൻ ടേബിളും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ താഴത്ത് ഇതാ തള്ളപ്പേർക്ക് 2 റൂമാണ് കേട്ടോ. അപ്പോൾ ആ റൂമുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കട്ടിലൊക്കെ പറ്റ പേയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു റൂം. ഇതാണ് കുറച്ച് വലിയ റൂം കേട്ടോ. ഈ റൂം ഞാൻ വല്ലാതൊന്നും ഒതുക്കി പെറുക്കിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഒക്കെ അതുപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഓർമ്മയാണ് എനിക്ക് വേണ്ടത്. കാരണം നമ്മൾ ഇങ്ങനെയാണല്ലോ ഒരു പെരയിൽ നിൽക്കൽ. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ പോവുകയാണ് കേട്ടോ. അപ്പം ശാലുവിൻ്റെയും മോനുവിൻ്റെ ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ആദ്യം ഒരു കവർക്കാക്കണം. അപ്പോൾ ഇന്നും അല്ലെങ്കിൽ നാളെ മുതൽ എല്ലാതും നുള്ളി പെറുക്കി ഉണ്ടാക്കിക്കാണ്ട് ഓരോന്ന് വേർതിരിച്ചിട്ട് വേണം വെക്കാൻ. വാടക പെരേക്കാണ് പോണത് കേട്ടോ. അങ്ങനെ ഇതാ ചെറിയൊരു റൂം കേട്ടോ. ഈ റൂമിൻ്റെ കട്ടിൽ നോക്കി നോക്കി. ഈ റൂമിൻ്റെ കട്ടിൽ ഫുള്ള് സിമെൻറ്റ് ഇതാക്കി കേട്ടോ. ഇളയച്ചൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഇതൊക്കെ സിമെൻറ്റ് വെച്ച് പിടിപ്പിച്ചുങ്ങാണ്ട് പൈൻ്റ് അടിച്ചിട്ടാണ്. അപ്പം അതിൻ്റെ മേലക്കും കേടന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ തായേരത്ത് ഇതാ പിന്നെ ഞാനൊരു TV സ്റ്റാൻഡിന്മേന് കുറച്ച് ഫോട്ടോകളും ഓരോ ട്രോഫിയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചോരുമ്പോൾ കുറച്ച് ആയത്തുകളൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ശാലുവിനും മോനൂനും കടക്കുമ്പോൾ ചെല്ലാനൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഇനി നമുക്കൊരു ഓർമ്മ മാത്രമാണ്. ഇതൊക്കെ വലുതായിട്ട് ഉൾക്കെ കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകീകാരം. പിന്നെ അത് അങ്ങനെ പോന്നിട്ട് അടുക്കളയിൽ കേട്ടോ. അടുക്കളയിൽ ജനാലൊക്കെ കുറച്ച് മരുന്നും കുപ്പിയും തൈലും കുപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ജനാലൊക്കെ പറ്റ പേയ്ക്കണ്. പിന്നെ ദാ ഇവിടെ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. പിന്നെ ദവിടെ നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണ്. ഈ റാക്കും കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങുമ്പോൾ ആകെ 2 റാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ റാക്കും കാര്യങ്ങളും നമ്മൾ വെച്ചതാണ് കേട്ടോ. പിന്നെന്താ വെച്ചാൽ അങ്ങനെ നമ്മൾ താഴത്തെ അടുക്കളയ്ക്ക് പോവുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരിണങ്ങർ. ഒരുപാട് പൈസ നമ്മൾ ഈ പെരമ ചിലവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അടുക്കള ഞങ്ങൾ ഇറക്കിയെടുത്തതാണ്. ചെറിയ ചായ്പായിരുന്നു, നിലത്ത് വെച്ചുകൊണ്ടാണ് വെച്ചുണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ ഇവിടുത്തതും ഒക്കെ നുള്ളിപ്പെറുക്കി കുറേയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പൂത്ത അടുക്കളങ്ങളൊന്നും പാടെ കണ്ടോളൂ കേട്ടോ. കാരണം ഒരുപാട് ആൾ ഈ ഒരു വീതനക്ക് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീതനമ്മ തന്നെയാണ് ഇത്രയും കൊല്ലം ഞാൻ വെച്ചുണ്ടാക്കിയിട്ടുള്ളത്. കാരണം മേലത്തെ കാവ്യമൊക്കെ പോയപ്പോൾ അതങ്ങനെ ഒരു പൂത്ത് കാണുമ്പോൾ മനുഷ്യന്മാർക്കൊക്കെ നമ്മൾ അടിച്ചാഞ്ഞിട്ടും തുടക്കാഞ്ഞിട്ടൊക്കെ അതിന് തോന്നലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളെ വേപ്പ് കണ്ടില്ലേ. വേപ്പ് എങ്ങനെ ആയാലും പോവാതിരിക്കട്ടെ. എന്നായാലും വേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടതല്ലേ. അടുക്കള ഭാഗത്തൊരു വേപ്പ് ഉണ്ടെങ്കിൽ നല്ല സുഖം. ചീനച്ചട്ടിക്ക് നമ്മൾ ഉള്ളിയും കടുകൊക്കെ ഇട്ട് അത് പൊട്ടിപ്പൊരിയുമ്പോൾ 2 എതൾ പൊട്ടിച്ച് കൊടുന്നിട്ടാൽ മതി. അമ്മി തിണ്ടുമ്പോൾ അതൊരു കുട ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ശാലുവിൻ്റെയും മോനുവിൻ്റെയും മീനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഞാൻ
ഈ ഭാഗത്തേക്കൊന്ന് കാണിച്ചു കേട്ടോ. എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയി അതൊക്കെ തരണം ചെയ്ത് ഈ ഒരു നിലക്കെത്തിയപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്. വാഷിംഗ് മെഷീൻ ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. പിന്നെ അതാ നമ്മളെ തിരുമ്പാങ്കല്ല്, ഇങ്ങനത്തെ തിരുമ്പാങ്കല്ലൊക്കെ ഉണ്ടാവാൻ എന്തൊരു പൂതിയായിരുന്നു വെച്ചിട്ടാ. ഈ ഒരു തിരുമ്പാങ്കല്ല് വന്നപ്പോൾ എനിക്ക് വല്ല സ്വർഗം കിട്ടിയ മാതിരിയായിരുന്നു മക്കളെ. കാരണം എല്ലായിടത്തും ഇങ്ങനെ കാണും, നമുക്ക് വെട്ടുകല്ല് പൊന്തിച്ച് ഒന്ന് തിരുമ്പുമ്പോഴത്തേന് അതങ്ങോട്ട് മറിഞ്ഞ് ചാടും. അങ്ങനെയൊക്കെ ഇരുന്നു എൻ്റെ തിരുമ്പാങ്കല്ല്. പിന്നെ ഈ ചാക്ക് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ വാഷിംഗ് മെഷീൻ വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് അതിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ചാക്കൊക്കെ ഒന്ന് പെറുക്കി കൂട്ടി ഉണ്ടാക്കുകയാണ്. ഒക്കെ പെട്ടെന്നാണ്, അതാണ് നിങ്ങളോടൊന്നും പറയാൻ എനിക്ക് പറ്റാഞ്ഞത്. ഞാൻ രേഖകളൊക്കെ ശരിയായപ്പോൾ നിങ്ങളോട് പറഞ്ഞു, രേഖകളൊക്കെ ശരിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കക്കൂസ് ഞങ്ങൾ തോന കാലമായിട്ടില്ല ഉണ്ടാക്കിയിട്ട് കേട്ടോ. പടുത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ പൊളിച്ചാണ് കേട്ടോ. ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കിത് പൊളിച്ചേണ്ടെന്നും ആവശ്യമില്ല. വരുന്നോലും പോണോലൊക്കെ പറയും കക്കൂസ് പൊളിച്ചണ്ട, കുളിമുറി പൊളിച്ചണ്ട എന്നിങ്ങനെ പറയട്ടോ. പക്ഷേ പൊളിച്ചാൻ പൂതി ഉണ്ടായിട്ടല്ല. ഇത് പൊളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പെരക്ക് സ്ഥലം ഇതിൽ കാണുന്നില്ല. അപ്പം ഞങ്ങൾ ഒരു കക്കൂസ് ആദ്യം ഇതിൽ ഞാൻ യൂറോപ്യൻ ക്ലോസ്റ്റ് വെപ്പിച്ചതാണ് കേട്ടോ. കാരണം അമ്മ ഉണ്ടായിരുന്ന കാലത്ത് അമ്മക്ക് വെജാതായപ്പോൾ ഒരു കക്കൂസ് ഇല്ലാത്ത വിഷമം അന്ന് ഞങ്ങൾ നല്ലോ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒരവസ്ഥ വരരുതേച്ചിട്ട് ഈ കുളിമുറിയുടെ തലക്ക് അങ്ങനത്തെ ഒരു കക്കൂസും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അത് വറകാലാണ്. ഇതൊക്കെ ചെങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അവിടെയൊക്കെ വലിച്ചിട്ടതാണ്. അതുപോലെ ഈ ഒരു ടാങ്കിയിൽ ശാലും മൂന്നും മീൻ വളർത്തിയിരുന്നതായിരുന്നു. അതൊക്കെ ഒഴിവാക്കി ഒക്കെ ഇതാ നുള്ളിപ്പെറുക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു പേര ആവാൻ ദുആ ചെയ്യുക. ആരെ ദുആ പടച്ചോൻ സ്വീകരിച്ചാന്നൊന്നും അറിയില്ലല്ലോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ. അസ്സലാമു അലൈക്കും.